ഈ അഴകുഴമ്പൻ നിലപാടുമായിട്ട് ഇനി സർക്കാരിന് അധിക ദൂരം മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. കാരണം മുന്നണിക്കുള്ളിൽ നിന്നും പാർട്ടിക്കുള്ളിൽ നിന്നും തന്നെ ഇത്തരത്തിൽ കടുത്ത വിമർശനങ്ങൾ ഉയരുമ്പോൾ ഇങ്ങനെ രഞ്ജിത്തിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ സംരക്ഷിച്ചുകൊണ്ട് സർക്കാരിനോ അല്ലെങ്കിൽ മന്ത്രി സജി ചെറിയാനോ ഒന്നും തന്നെ ഇനി കൂടുതൽ ദൂരത്തേക്ക് പോകാൻ കഴിയില്ല. കാരണം സിനിമാ മേഖലയിലെ ഓരോ കാര്യങ്ങളിലും ചൂഷണങ്ങളിലും ലൈംഗിക അതിക്രമങ്ങളിലും അതുമായി എല്ലാം ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവിധ ആരോപണങ്ങൾ വെളിപ്പെടുത്തലുകളൊക്കെ തന്നെയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായൊരു നടപടി ഈ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു സമീപനം ശരിയായ രീതിയിൽ ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാമെന്ന് തോന്നുന്നു. കാരണം സജി ചെറിയാന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വരുന്നുണ്ടല്ലോ, രാവിലെ രഞ്ജിത്തിനെ ന്യായീകരിക്കാൻ അദ്ദേഹം കാണിച്ച ഉത്സാഹമൊന്നും ഇപ്പോൾ ഇല്ല എന്ന് തോന്നുന്നു. ഇടതുപക്ഷത്ത് നേരത്തെ റജി ലൂക്കോസ്, ഇപ്പോൾ CPI മന്ത്രി P പ്രസാദ് ന്യായീകരിക്കാതെ പരസ്യമായി എതിർത്തില്ല എന്നേ ഉള്ളൂ സർക്കാരിന്റെ സാംസ്കാരിക മന്ത്രിയുടെ നിലപാടിനെ. ആനിൻ രാജ കർശന സ്വരത്തിൽ തന്നെ സർക്കാർ നിലപാടിനെതിരെ രംഗത്ത് വരികയും ചെയ്തു. ഇപ്പോഴാ സജി ചെറിയാന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. തെറ്റ് ആര് ചെയ്താലും സർക്കാർ സംരക്ഷിക്കില്ല. ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്തിനെതിരെയുള്ള ആരോപണം തെളിഞ്ഞാൽ നടപടി ഉറപ്പ്. ഈ ആരോപണം തെളിഞ്ഞാൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? കേസെടുക്കുമെന്നാണോ, അതോ രഞ്ജിത്തിനെതിരായ ഒരു തീരുമാനം ഉണ്ടാകുമെന്ന സൂചനയാണോ? രഞ്ജിത്തിനെതിരെ ഒരു പക്ഷേ ഇനി വരുന്ന ഒരു മണിക്കൂറുകളിൽ എന്തെങ്കിലും തരത്തിലുള്ള നടപടി ഉണ്ടായാലും സംശയിക്കേണ്ടതില്ല. കാരണം അത്രമാത്രം പ്രതിരോധത്തിലായിട്ടുണ്ട് സർക്കാർ എന്നതിൽ സംശയമില്ല. പ്രത്യേകിച്ചും സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാനും എല്ലാം അത്തരത്തിലൊരു പ്രതിരോധത്തിലാണ് ഇപ്പോൾ ഉള്ളത്. കാരണം LDF-ൽ നിന്നടക്കം അല്ലെങ്കിൽ CPI-യിൽ നിന്നടക്കം ഇത്തരത്തിലുള്ള കടുത്ത വിമർശനങ്ങൾ ഉയരുമ്പോൾ അത് കണ്ടില്ല എന്ന് നടിച്ചുകൊണ്ട് ഇനി സർക്കാരിന് കൂടുതൽ ദൂരം മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഈ കാര്യങ്ങളെല്ലാം തന്നെ പ്രതിരോധിച്ചില്ലെങ്കിൽ ഇനി സർക്കാരിന് ഈ വിഷയം കൂടുതൽ കയ്യിൽ നിൽക്കാത്ത ഒരു സ്ഥിതി വരും. കാരണം പലപ്പോഴും ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് തുടക്കം മുതൽ തന്നെ സർക്കാരും സാംസ്കാരിക വകുപ്പും എടുക്കുന്ന ഒരു സമീപനം എന്നുള്ളത് ആരുടെയെങ്കിലും തലയിലിട്ടുകൊണ്ട് അല്ലെങ്കിൽ ഇത് എങ്ങനെയെങ്കിലും ആരുടെയെങ്കിലും തലയിൽ വെച്ച് കെട്ടിക്കൊണ്ട് ഒഴിവാകുന്ന ഒരു സമീപനം. പ്രത്യേകിച്ചും ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൂഴ്ത്തിവെക്കാൻ സർക്കാർ ശ്രമിക്കുമ്പോൾ അത് ഇത്തരത്തിൽ കോടതിയിലേക്ക് തലയിൽ വെക്കുന്നു. അതിനുശേഷം ഇത്തരത്തിൽ കൂടുതൽ കേസെടുക്കാത്തത് എന്താണെന്ന് ഉള്ള ചോദ്യം ഉയരുമ്പോഴും കോടതിയുടെ പരിഗണനയിലാണുള്ളത്. അതുകൊണ്ട് തന്നെ കോടതിയുമായി ബന്ധപ്പെട്ട് മാത്രമേ അത്തരം കാര്യങ്ങൾ ചെയ്യാൻ കഴിയുകയുള്ളൂ എന്നൊക്കെ തന്നെ പറയുന്നു. ഒപ്പം ഇത്തരം കടുത്ത വിമർശനങ്ങൾ ഉയരുമ്പോൾ പോലും രഞ്ജിത്തിനെതിരെ, പ്രത്യേകിച്ചും ചലച്ചിത്ര അക്കാദമി ചെയർമാൻ കൂടിയായ രഞ്ജിത്തിനെതിരെ കടുത്ത വിമർശനം ഉയരുമ്പോഴും കടുത്ത ആരോപണങ്ങൾ ഉയരുമ്പോഴും അതിനെയൊക്കെ സംരക്ഷിച്ചുകൊണ്ടായിരുന്നു സർക്കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഇനി ഏതായാലും അത് പ്രധാനമായും സജി ചെറിയാൻ തന്നെ പറഞ്ഞത് അത് പാർട്ടി നിയമനമാണ്, അത് CPM-മായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിൽ ഇനി മറുപടി ലഭിക്കേണ്ടത് എന്നുള്ളതാണ്. CPM-ൽ നിന്നും ഏതായാലും ഇപ്പോൾ ഒരു പ്രതികരണം ഔദ്യോഗികമായി ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ആളുകളിൽ നിന്നും ഒരു പ്രതികരണം ഉണ്ടായിട്ടില്ല. എങ്കിൽ പോലും അതും താമസിയാതെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇടത് കേന്ദ്രങ്ങളിൽ നിന്നടക്കം ഈ വിമർശനങ്ങൾ, പ്രതിഷേധങ്ങൾ ഒക്കെ ഉയരുന്ന ഒരു പശ്ചാത്തലത്തിൽ ഒരു കടുത്ത നടപടിയിലേക്ക് ഒരു പക്ഷേ സർക്കാർ നീങ്ങിയാലും സംശയിക്കേണ്ടതില്ല. അതിനുള്ളൊരു സൂചനയായിട്ട് ഉണ്ടാകാനുള്ള സാധ്യത തെളിഞ്ഞു വരുന്നുണ്ട്. CPI വ്യക്തമായി നിലപാട് സ്വീകരിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. കാരണം ചലച്ചിത്ര അക്കാദമി അംഗമായ അരുൺ, AIF-ന്റെ സംസ്ഥാന സെക്രട്ടറി പ്രസിഡന്റ്, പ്രധാനപ്പെട്ട ഭാരവാഹി അരുൺ നേരത്തെ രഞ്ജിത്തിനെതിരെ രംഗത്ത് വന്നു. അതിന് പിന്നാലെ P പ്രസാദിന്റെ പ്രതികരണം അത് രഞ്ജിത്തിനെ ന്യായീകരിക്കുന്നതല്ല. ആനി രാജോ പരിപൂർണമായും രഞ്ജിത്തിനെതിരെ രംഗത്ത് വരികയും ചെയ്തു. അതിനിടയിൽ ഇടതുപക്ഷത്ത് നിന്നും ചില പ്രതികരണങ്ങൾ വരുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ, ഇത്തരം ചർച്ചകളുടെ സാഹചര്യത്തിൽ ഒരു ഉചിതമായ നടപടി ഉണ്ടാകുന്നതിന്റെ ആദ്യപടിയായിരിക്കാം ഒരുപക്ഷെ സജി ചെറിയാന്റെ ഇപ്പോഴത്തെ ഫേസ്ബുക്ക് പോസ്റ്റ്.